പത്രത്തിൽ ഒരു ചിത്രം കണ്ട് കാണും പ്രേക്ഷകർ. അതായത് ചൈനയിൽ നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ഒരു വേദി. സാധാരണ ഇപ്പോൾ കലാമണ്ഡലത്തിലേക്കൊക്കെ പോയാൽ മറ്റു പല രാജ്യങ്ങളിൽ നമ്മൾ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഭരതനാട്യം പഠിക്കാനും മോഹിനിയാട്ടം പഠിക്കാനും ഒക്കെ. പക്ഷേ ഇത് ചൈനയിൽ നിന്ന് തന്നെ ഭരതനാട്യം പഠിച്ച് അവിടെ അരങ്ങേറ്റം കുറിച്ച ഒരു കൗതുകകരമായ കാര്യമാണ്. ലേ മ്യൂസിയം എന്ന 13-കാരിയാണ് അങ്ങനെ ചൈനയിൽ തന്നെ പഠിച്ച് അവിടെ തന്നെ നമ്മുടെ ഒരു നൃത്തരൂപത്തെ അരങ്ങേറിയിരിക്കുന്നത്. അഭിരാമി മോഹൻ പറയും. അഭിരാമി, നമുക്കൊരു കൗതുകവും ഒരു അഭിമാനവും ഒക്കെ ആണല്ലേ നമ്മുടെ കലാരൂപങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിലുള്ള പലതും വിദേശത്തു നിന്ന് ആളുകൾ പഠിക്കുകയും അല്ലേ അതിൽ കൂടുതൽ ശ്രദ്ധ നേടുകയൊക്കെ ചെയ്യും. നമുക്കൊരു അഭിമാനം കൂടിയാണ്. ഇത് ചൈനയിൽ തന്നെ പഠിച്ച് അവിടെ അരങ്ങേറ്റം കുറിക്കുന്ന ഒരു കൗതുകമുണ്ട്. അതെങ്ങനെയാണ് ഈ 13-കാരിയുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ നമ്മുടെ ഭരതനാട്യം കുടിയേറി? ദിവിഷ്, നമ്മൾ മുന്നേ തത്സമയത്തിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്നെത്തി നമ്മുടെ നാട്ടിൽ ഭരതനാട്യവും അതുപോലുള്ള ഇന്ത്യൻ കലാരൂപങ്ങൾ പഠിച്ച് ഇവിടെ തന്നെ അരങ്ങേറ്റം നടത്തുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ മുന്നേ തത്സമയത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മൂസിയെ വ്യത്യസ്തമാക്കുന്ന, മൂസി എന്നാണ് ആ 13-കാരിയായ പെൺകുട്ടിയുടെ പേര്, ലീ മൂസി എന്ന ആ പെൺകുട്ടിയെ വ്യത്യസ്തയാക്കുന്നത് അവൾ ഭരതനാട്യം പഠിച്ചത്, അതായത് നമ്മുടെ ഇന്ത്യൻ കലയായിട്ടുള്ള ഭരതനാട്യം പഠിച്ചത് ചൈനയിലാണ്. അവിടെ തന്നെയാണ് അവൾ ഈ അരങ്ങേറ്റവും നടത്തിയത്. ചെറിയ പ്രായത്തിലെ തന്നെ മൂസി ഭരതനാട്യം അഭ്യസിക്കുന്നുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 7-8 വർഷമായി മൂസി പഠിക്കുന്നുണ്ട്. ഗുരുവായിട്ടുള്ള ജാനിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ജാനും ഇതുപോലെ ഇന്ത്യയിൽ തന്നെ പഠിച്ച്, നമ്മുടെ ചെന്നൈയിൽ നിന്ന് പഠിച്ച് ന്യൂഡൽഹിയിലായിരുന്നു അരങ്ങേറ്റം. അവിടുന്ന് പോയി ചൈനയിൽ ഒരു ക്ലാസ് നടത്തുന്ന ജാനിൻ്റെ അടുത്ത് നിന്നാണ് മൂസി ഈ ഭരതനാട്യം പഠിച്ചത്. ഇതൊരു ശരിക്കും ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ കലാരൂപം മറ്റൊരു രാജ്യത്ത് ഒരു കുട്ടി അവതരിപ്പിക്കുന്നു എന്നുള്ളത്. സാധാരണ ഈ ഭരതനാട്യം പോലുള്ള കലകൾ പഠിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തായി ചില സംസ്കാരം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഥകളൊക്കെ പഠിക്കുമ്പോൾ അതുപോലെ നമ്മുടെ പല സംസ്കാരവും ഈ ഭരതനാട്യവുമായി ചേർന്ന് വരും. അങ്ങനെ തന്നെ നമ്മുടെ സംസ്കാരവും കൂടി ഈ കലകളോടൊപ്പം അയൽ രാജ്യത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ മൂസിയുടെ ഈ ചരിത്ര നിമിഷത്തിൽ സാക്ഷിയാകാൻ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രശസ്ത ഭരതനാട്യ നർത്തകിയായ ലീല സാംസണും ഒക്കെ ആ വേദിയിൽ സന്നിഹിതരായിരുന്നു. ഈ മൂസി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഈ നൃത്ത പെർഫോമൻസിന്, ഈ ഡാൻസ് പെർഫോമൻസിന് വേണ്ടി പക്കമേളത്തിനെത്തിയത് നമ്മുടെ ചെന്നൈയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. ഈ പിൻപാട്ട് മിടുക്കിയായ 13-കാരി ഇനി അവിടെ ചൈനയിൽ നമ്മുടെ കൂടുതൽ ശിഷ്യരെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ. നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു നൃത്തം പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ കൂടിയാണ് അവർ അറിയുന്നത്. അത് കൂടുതൽ പേരിലേക്ക് പകരാൻ മൂസി എന്ന കൊച്ചുമിടിക്ക് കൂടി വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അഭിരാമി.